നമസ്കാരം. സമീപകാലത്ത് ചില വിവാദങ്ങൾ ഈ ആലത്തൂരുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതായത് ആലത്തൂരിൽ വിജയിച്ച മന്ത്രി കെ രാധാകൃഷ്ണൻ രാജിവെച്ച് ഒഴിയുമ്പോഴുള്ള സ്ഥാനത്തേക്ക് പുതിയ ആളെ കണ്ടെത്തുന്നതിൽ വളരെ നിർണായകമായിട്ടുള്ള തീരുമാനങ്ങൾ ഉണ്ടാകാൻ പോകുന്നു. CPM-ൽ സീനിയോറിറ്റി ഇക്കാര്യത്തിൽ പരിഗണിക്കണമെന്ന ഒരു ആവശ്യം വളരെ ശക്തമാവുകയാണ്. ഇപ്പോൾ മന്ത്രിയാകാനുള്ള പട്ടികയിൽ മാനന്തവാടിയുടെ MLA ആയിട്ടുള്ള OR കേളുവിന് മുൻഗണന ലഭിക്കുവാനുള്ള സാധ്യതയുമുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട് ലോക കേരള സഭയുടെ 4ാം സമ്മേളനം 15 വരെ തിരുവനന്തപുരത്ത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനുശേഷം മന്ത്രി രാധാകൃഷ്ണൻ രാജിവെക്കാൻ പോകുന്നു. CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് കഴിഞ്ഞ ദിവസം ചേരുകയും ചെയ്തിരുന്നു. 18, 19, 20 തീയതികൾ CPM സംസ്ഥാന കമ്മിറ്റിയും ചേരുന്നുണ്ട്. ഇതിനുശേഷമായിരിക്കും OR കേളുവിനെ മന്ത്രിയാക്കുവാനുള്ള ഔദ്യോഗിക തീരുമാനം പ്രഖ്യാപിക്കാൻ പോകുന്നത്. വയനാട്ടിൽ നിന്ന് ഇതുവരെ CPM-ന് മന്ത്രി ഉണ്ടായിട്ടില്ല എന്നതും OR കേളുവിന് മുൻഗണന നൽകുന്നു എന്ന് വേണമെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടിട്ട് പറയാം. പാർട്ടിക്ക് അപ്പുറത്തുള്ള പൊതു സ്വീകാര്യതയും 2 തവണ MLA ആയ പരിഗണനയുമായാണ് OR കേളുവിനുള്ള മുൻതൂക്കമെന്ന് പറയപ്പെടുന്നത്. CPM സംസ്ഥാന കമ്മിറ്റി അംഗം കൂടിയാണ് OR കേളു. ഇതും കേളുവിന് അനുകൂല ഘടകമാണ് എന്ന് പറയാം. പട്ടികവർഗ വിഭാഗത്തിൽ നിന്ന് OR കേളു മാത്രമാണ് ഇപ്പോൾ ഉള്ളത്. പട്ടികജാതി വിഭാഗത്തിൽ നിന്നുള്ള KM സച്ചിൻ ദേവ്, A രാജ, K ശാന്തകുമാരി, PV ശ്രീനിജൻ, PP സുമോദ്, MS അരുൺകുമാർ, OS അംബിക എന്നിവരാണ് സാധ്യതയിലുള്ള മറ്റുള്ളവർ എന്ന് പറയുന്നത്. മന്ത്രി മുഹമ്മദ് റിയാസിന് സച്ചിൻ ദേവിനെ മന്ത്രിയാക്കണമെന്ന ഒരു അഭിപ്രായം കൂടി ഇതിനകത്ത് ഉണ്ട് എന്നുള്ളതാണ്. പട്ടികയിൽ 2 തവണ MLA ആയതും OR കേളു മാത്രമാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. കേളുവിന് ഇനി മത്സരിക്കുവാനും സാധിക്കില്ല. തിരുനെല്ലി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയാണ് അദ്ദേഹം. മാനന്തവാടി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം എന്നീ നിലകളിലൊക്കെ ശോഭിച്ച ശേഷമാണ് സിറ്റിംഗ് MLA-യും മന്ത്രിയുമായിട്ടുള്ള PK ജയലക്ഷ്മിയെ പരാജയപ്പെടുത്തിക്കൊണ്ട് OR കേളു സഭയിലേക്ക് എത്തുന്നത് എന്നുള്ളതാണ്. 2ാം തവണയും വിജയം നേടി CPM സംസ്ഥാന കമ്മിറ്റി അംഗം എന്നതും ആദിവാസി ക്ഷേമ സമിതി നേതാവെന്നതുമാണ് കേളുവിൻ്റെ അനുകൂല ഘടകങ്ങളെന്ന് പറയപ്പെടുന്നത്. സംസ്ഥാന കമ്മിറ്റി അംഗത്വമുള്ള ഒരു ദളിത് MLA-മാർ പാർട്ടിയിലില്ല എന്നുള്ളതാണ്. പട്ടികവർഗ വിഭാഗത്തിൽ നിന്നുള്ള ആരെയും ഇതുവരെ CPM മന്ത്രിയാക്കിയിട്ടുമില്ല. ഇതോടെ വയനാടിന് മന്ത്രിസഭയിൽ പ്രാതിനിധ്യം ലഭിക്കുകയാണ്. 1ാം പിണറായി സർക്കാരിലും വയനാട്ടിൽ നിന്ന് മന്ത്രി ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇപ്പോൾ ഉണ്ടാകാൻ പോകുന്നു എന്ന് പറയേണ്ടിയിരിക്കുന്നു. പട്ടികജാതിയിൽ നിന്ന് തന്നെ മന്ത്രി മതിയെന്ന തീരുമാനമുണ്ടായാൽ മാത്രമായിരിക്കും കേളുവിന് പകരം മറ്റു പേരുകൾ പരിഗണനയിൽ വരികയുള്ളൂ. 2011-ലെ ഉമ്മൻചാണ്ടി സർക്കാരിൽ പട്ടികവർഗ വിഭാഗത്തിൽ നിന്ന് PK ജയലക്ഷ്മി അന്ന് UDF-ൽ മന്ത്രിസഭയിൽ അംഗമായിരുന്നു. വയനാട് ജില്ലയിൽ നിന്ന് CPM സംസ്ഥാന സമിതിയിലെത്തിയ ആദ്യ പട്ടികവർഗ നേതാവാണ് OR കേളു എന്ന് പറയപ്പെടുന്നത്. കുറിച്യ സമുദായക്കാരനായിട്ടുള്ള കേളു പട്ടികജാതി, പട്ടികവർഗ, പിന്നാക്കക്ഷേമം സംബന്ധിച്ച നിയമസഭാ സമിതിയുടെ ചെയർമാൻ കൂടിയാണ് അദ്ദേഹം. 2 പതിറ്റാണ്ടിലേറെയായി ജനപ്രതിനിധി എന്ന നിലയിൽ കേളു സജീവ സാന്നിധ്യം കൂടിയാണ്. മാത്രമല്ല തിരുനെല്ലി ഗ്രാമപഞ്ചായത്തിലെ ഇടയർക്കുന്ന് വാർഡിൽ നിന്ന് 2000-ൽ ഗ്രാമപഞ്ചായത്ത് അംഗമായിട്ടാണ് ഇദ്ദേഹത്തിൻ്റെ തുടക്കം. തുടർന്ന് 2005-ലും 2010-ലുമായി 10 വർഷം തിരുനെല്ലി ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റായി. പിന്നീട് 2015-ൽ തിരുനെല്ലി ഡിവിഷനിൽ നിന്നും മാനന്തവാടി ബ്ലോക്ക് പഞ്ചായത്ത് അംഗമാകുന്നു. 2016-ൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മന്ത്രിയായിരുന്ന PK ജയലക്ഷ്മിയെ തോൽപ്പിച്ച് മാനന്തവാടി നിയോജക മണ്ഡലം MLA ആയി മാറുന്നു. 2021-ലും അതേ വിജയം OR കേളു ആവർത്തിക്കുന്നു. ഈ കാരണങ്ങൾ കൊണ്ട് തന്നെ സമീപകാല വിവാദങ്ങളിൽ നിന്ന് തലയുരുവാൻ ചിലപ്പോൾ CPM OR കേളുവിനെ തന്നെ മന്ത്രിയാക്കിയിരിക്കും എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. കാരണം ചേലക്കരയുടെ പുത്രനായ രാധാകൃഷ്ണൻ മന്ത്രിയായിരുന്നു. ആ മന്ത്രി പദവി രാജിവെക്കാൻ പോകുന്നു വരും ദിവസങ്ങളിൽ. മന്ത്രിയായിരുന്ന രാധാകൃഷ്ണൻ രാജിവെക്കുന്നതോടുകൂടി പുതിയ മന്ത്രിയെ കണ്ടെത്തേണ്ട ബാധ്യത CPM-നുണ്ടാകുന്നു. അങ്ങനെ പുതിയ മന്ത്രിസഭയിലേക്ക് എത്താൻ പോകുന്നത് OR കേളുവായിരിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം OR കേളുവിനുള്ള സാധ്യതകൾ വളരെ വലുതാണ്. പിന്നെ ഒരു കാര്യം മാത്രമാണുള്ളത്. പിണറായി വിജയൻ്റെ മരുമകനും മന്ത്രിയുമായിട്ടുള്ള മുഹമ്മദ് റിയാസിൻ്റെ ചില താല്പര്യങ്ങളുണ്ട് സച്ചിൻ ദേവിനെ മന്ത്രിയാക്കണമെന്നുള്ളത്. പക്ഷേ സമീപകാലത്ത് അത് നടക്കുവാനുള്ള സാധ്യത ഉണ്ട് എന്ന് തോന്നുന്നില്ല. കാരണം പലതരത്തിലുള്ള വിവാദങ്ങൾ പിണറായിയെ പിടികൂടിയ സാഹചര്യത്തിൽ ഇനി മരുമകൻ്റെ വാക്കുകൂടി കേട്ട് സച്ചിൻ ദേവിനെ മന്ത്രിയാക്കുകയാണെങ്കിൽ ഇന്ന് CPM-ൽ മുറുമുറുക്കുന്ന പല നേതാക്കളും രാജിവെക്കാൻ പറയുകയും രാജിവെപ്പിക്കുകയും ചെയ്യും പിണറായിയെ എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് ചില ഇടപെടലുകൾ നടത്തുവാനുള്ള സാധ്യത കുറവാണ്. എന്തായാലും OR കേളുവായിരിക്കും അടുത്ത മന്ത്രി. രാധാകൃഷ്ണന് ശേഷം ആരാണ് മന്ത്രി എന്ന് ചോദിച്ചാൽ അത് OR കേളുവായിരിക്കും.